വൽ ഫജ്രി വലയാലിൻ അഷ്ർ. ഒരു സൂറത്ത് അള്ളാഹു തുടങ്ങുന്നത് അങ്ങനെയാണ്. ഫജറിനെ തന്നെയാണ് സത്യം. പിന്നെ അല്ലാഹു പറയുന്നത് വലയാലിൻ അഷ്ർ എന്നാണ്. 10 ദിവസങ്ങളെ തന്നെയാണ് സത്യം. ഈ പറഞ്ഞ 10 ദിവസങ്ങൾ അത് ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണെന്നാണ് ഭൂരിഭാഗം മുഫസ്സിറുകളും പറഞ്ഞത്. അപ്പോൾ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ ദിനങ്ങൾ ഏറെ പ്രാധാന്യമുള്ളതാണ്. ഒരുപാട് സംഗതികൾ അതിൽ നമുക്ക് ചെയ്യാണ്ട്. ഉളുഹിയ്യത്ത് അതിൽപ്പെട്ട ഒന്നാണ്. മുന്നിലായ ശൈഖുനയുടെ നിർദ്ദേശത്തിൽ നമ്മൾ ഉളുഹിയ്യത്ത് അറുക്കാറുണ്ട്. എല്ലാ വർഷവും അതിൻ്റെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തുന്നത് അതിൻ്റെ പ്രാധാന്യം പരിഗണിച്ചുകൊണ്ടാണ്. ഓരോ വിഷയം വരുമ്പോൾ അതാണല്ലോ നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ ഈ 10 ദിവസങ്ങളെന്ന് പറയുമ്പോൾ അതിലുള്ള അമലുകൾക്ക് തന്നെ പ്രാധാന്യമുണ്ടെന്നാണ് ഹബീബായ മുത്തു റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രത്യേകം തക്ബീറുകളൊക്കെ സുന്നത്തുണ്ടല്ലോ. ദുൽഹിജ്ജ 1 മുതൽ 10 ദിവസം വരെ ഉളുഹിയ്യത്തിന് പാകമായ മൃഗങ്ങളെ കണ്ടാൽ തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. അറുക്കാള് മാത്രമല്ല, ഉളുഹിയ്യത്തിന് വയസ്സായ മൃഗങ്ങളുണ്ടാവും. അങ്ങനെയുള്ള മൃഗങ്ങളെ നമ്മൾ കണ്ട അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. അത് മതി. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ ഇതാക്കൊന്ന് ചെയ്തു നോക്കണം. ഇൻഷാ അല്ലാഹ് അതിൻ്റെ വയസ്സ് ഞാൻ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ധാരാളം പ്രാധാന്യം ഇതിനുണ്ട്. പിന്നെ അതിൽ പ്രത്യേകം വരുന്ന ഒന്നാണ് അറഫാ ദിവസത്തെ നോമ്പ്. സുന്നത്ത് നോമ്പുകളുടെ കൂട്ടത്തിൽ 1-ാം സ്ഥാനത്തുള്ള നോമ്പാണ് അറഫാ ദിവസത്തെ നോമ്പ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് യൗമു അറഫാ ദിവസം എന്ന് പറഞ്ഞാൽ ശരിക്ക് ഹജ്ജിൻ്റെ ഏറ്റവും പ്രാധാന്യമുള്ള അമലാണ് അറഫയിൽ നിൽക്കുക. അൽ ഹജ്ജു അറഫ എന്നാണല്ലോ ആര് പറഞ്ഞത്? മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അറഫൻ്റെ ദിവസം അതാ ദുൽഹിജ്ജ 9. ഇപ്പം നമ്മുടെ നാട്ടിൽ ദുൽഹിജ്ജ 9 ആകുമ്പോൾ അന്നാണല്ലോ നമ്മൾ ചെയ്യുക. അപ്പം അന്ന് നോമ്പ് നോൽക്കണം. ആ നോമ്പിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ സഹീഹുൽ ബുഖാരിയിൽ കാണാം, യുകഫിറു സനത്തൽ മാദിയ വസ്സനത്തൽ ഖാബില. കഴിഞ്ഞുപോയ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും ദോഷം പൊറുപ്പിക്കുന്ന നോമ്പാണ് അറഫാ ദിവസത്തെ നോമ്പെന്ന് മുത്തു റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയ പ്രാധാന്യം. 2 കൊല്ലത്തെ ദോഷങ്ങൾ പൊറുപ്പിക്കുന്ന പറഞ്ഞു. ഒന്ന് കഴിഞ്ഞു പോയതും ഒന്ന് വരാനുള്ളതും. അപ്പോൾ അത്രയും പ്രാധാന്യം ആ നോമ്പിനുണ്ട്. പിന്നെ ഈ അറഫാ ദിവസത്തെ സുബിഹി മുതൽ സ്പെഷ്യൽ തക്ബീറുകൾ തുടങ്ങും. അറഫാ ദിവസത്തെ സുബിഹി മുതൽ നിസ്കാരങ്ങൾക്ക് ശേഷം തക്ബീറുകൾ സുന്നത്താണ്. നിസ്കാരം സലാം വീട്ടിയ ഉടനെ മറ്റു ദിക്റുകളൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ആ തക്ബീറാണ് ചൊല്ലേണ്ടത്. അത് നമ്മൾ സാധാരണ ചൊല്ലുന്ന തക്ബീർ തന്നെ ചൊല്ലണം. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ആ തക്ബീർ പിന്നെ തുടരും. പെരുന്നാളിനും പിന്നെ നമ്മൾ അയ്യാമുത്ത് തശ്രീഖിൻ്റെ അവസാനത്തെ അസ്ർ വരെ തുടരും. അയ്യാമുത്ത് തശ്രീഖ് എന്ന് പറഞ്ഞാൽ പെരുന്നാൾ കഴിഞ്ഞ് നേരെ 11, 12, 10 പെരുന്നാൾ ദുൽഹിജ്ജ. അത് കഴിഞ്ഞ് ദുൽഹിജ്ജ 11, 12, 13. 13ൻ്റെ അന്നത്തെ അസ്ർ മുതൽ, ഇപ്പോൾ ഈ വ്യാഴാഴ്ചയാണല്ലോ പെരുന്നാൾ. അപ്പോൾ വെള്ളി, ശനി, ഞായറാഴ്ച അസ്ർ വരെ ആ തക്ബീർ തുടരണം. അതാണ് അതിൻ്റെ നിയമം. ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ നമ്മൾ ഇത് പഴയ കാലത്ത് തന്നെ എവിടെ മുതലാണ് ഈ ഉളുഹിയ്യത്തിൻ്റെ തുടക്കം? ഹബീബായ മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നുണ്ട്. ഖാല സുഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാ റസൂലല്ലാഹ് മാ ഹാദിഹിൽ അളാഹി. ഈ ഉളുഹിയ്യത്ത് എന്താണത് സംഭവം? എന്താണതിൻ്റെ അടിത്തറ? എന്നാണ് തുടങ്ങിയത്?
ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തു അബീക്കും ഇബ്രാഹിം. ഇത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ചര്യയാണ്. ഇബ്രാഹിം നബിയോട് ഒരു ഇഷ്ടമുണ്ടായിട്ടാണ് സുന്നത്തു അബീക്കും, നിങ്ങളുടെയൊക്കെ പിതാവ്. കാരണം റസൂലുള്ളാഹിൻ്റെ പിതാമഹനാണ് മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ മറ്റുള്ളവർക്കും അബാണ്, പറയേണ്ടില്ല. അതാണ് നമ്മുടെ എന്നർത്ഥം. പാപ്പയായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ചര്യയാണ്. ആദ്യമായി ഉളുഹിയ്യത്ത് അറുത്ത ആളാരാണ്? ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. ആ സംഭവം ഖുർആനിലുണ്ട്. അതാ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞ ഒറ്റ സൂറത്തിൻ്റെ ഒരു ബറക്കത്തിന് ഇബ്രാഹിം നബിയുടെ ഒരു പുണ്യം കിട്ടാനോ മാത്രം പറയാം, കൂടുതൽ പ്രസംഗിക്കുന്നൊന്നുമില്ല. സൂറത്തു സ്വാഫാത്ത് ഇങ്ങനെ ഓതി നോക്കിയാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ദുആ കാണാം, റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് കുട്ടികളില്ലാത്ത കാലം, അങ്ങനെയാണ് അധികം ഉണ്ടായിരുന്നത്. 120-ാമത്തെ വയസ്സിലാണല്ലോ കുട്ടി ജനിക്കുന്നത്. അപ്പോൾ റബ്ബിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു, ദ്വാഴ്ന്നു കൊണ്ടിരുന്നു, റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ. അവർ പിന്നെ അള്ളാഹിനോട് നേരിട്ട് പറയാൻ പവറുള്ള ആളാണ്, ഖലീലുള്ളയാണ്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, അല്ലാഹ് സ്വാലിഹീങ്ങളിൽപ്പെട്ട ഒരു കുട്ടിയെ നൽകണം. ഫബശ്ശർനാഹു ബിഗുലാമിൻ ഹലീം. നല്ല ക്ഷമാശീലനായ ഒരു കുട്ടിയെ നമ്മളവർക്ക് സന്തോഷവാർത്ത അറിയിച്ചു കൊടുത്തു. അതാണ് നബിയുല്ലാഹി ഇസ്മായിൽ അലൈഹിസ്സലാം. അള്ളാഹ് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞില്ല, ഹലീമായ കുട്ടി എന്നാണ്. ഹലീമാണ് നല്ല ക്ഷമാശീലനായ കുട്ടി. അറുക്കാണെന്ന് പറഞ്ഞപ്പോൾ റെഡിയാണെന്ന് പറഞ്ഞ കുട്ടി. അത്ര വലിയ ഹലീമായ കുട്ടീന് വേറെ ഏതാളുള്ളത്? എന്നിട്ട് അള്ളാഹ് തുടരാ, ഫലമ്മ ബലാമഅഹുസ്സഅയ്. അങ്ങനെ കുട്ടിയുണ്ടായി. ആ കുട്ടി പിതാവിൻ്റെ കൂടെ ചാടിയും ഓടിയൊക്കെ കളിക്കാനായ സമയം, നല്ല പ്രായം. ഖാല, അള്ളാഹ് പറഞ്ഞു, അള്ളാഹ് ഇതിനു മുമ്പ് അറിയിച്ചിട്ടുണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് കുട്ടിയെ അറുക്കണം. അപ്പം ആ കുട്ടിയോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുന്ന രംഗാണ് ഖുർആൻ പറയുന്നത്. ഖാല യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക് ഫൻദുർ മാദാ തറാ. ഇസ്മായിൽ നബിയോട് വന്ന് പറയുന്നു, മോനെ, നിന്നെ അറുക്കണം എന്ന് എനിക്ക് നിർദ്ദേശമുണ്ടായിട്ടുണ്ട്. സ്വപ്നത്തിലാണ് നിർദ്ദേശം. അമ്പിയാക്കന്മാർക്ക് സ്വപ്നത്തിലുള്ള നിർദ്ദേശമൊക്കെ ഉണർച്ചയിലുള്ള നിർദ്ദേശം പോലെയാണ്. കാരണം എന്താ? അവരുടെ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാണ്. നമ്മൾ സ്വപ്നം കാണും പോലെ കാണൂല. അവരുടെ സ്വപ്നം യാഥാർത്ഥ്യമാണ്, അവരെ കാണുന്ന സ്വപ്നവും യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതാണ് സ്വപ്നത്തിലാണല്ലോ നിർദ്ദേശം നൽകുന്നത്. അതാ പറഞ്ഞു, ഞാൻ സ്വപ്നത്തിൽ എനിക്ക് നിർദ്ദേശം കിട്ടിയിട്ടുണ്ട് നിന്നെ അറുക്കണമെന്ന്. എന്താ എൻ്റെ അഭിപ്രായം? ഖാൽ, ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെ മറുപടി, യാ അബതി ഫഅൽ മാ തുഅ്മർ. എൻ്റെ പിതാവേ, നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടത് നിങ്ങൾ ചെയ്തോളൂ. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ. അവർ ഇൻഷാ അല്ലാഹ് ഒക്കെ പറഞ്ഞതിൻ്റെ അദബിലാണ്. ഞാൻ എന്തായാലും ക്ഷമാശീലനായി ഞാൻ ഉണ്ടാവും. അള്ളാഹു തന്നെ അങ്ങനെ പറഞ്ഞ് ഹലീമായ കുട്ടി വരുന്നതാണ്. അതുതന്നെയാണ് ആ കുട്ടി. അറുക്കാൻ വേണ്ടി ഞാൻ അവിടെ എന്ത് ചെയ്യുക? അദബിൽ കിടന്നു തരാം. ഞാൻ ക്ഷമയുള്ള അവസ്ഥയിൽ നിങ്ങൾ എന്നെ എത്തിക്കും ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞിട്ടാണ് ഇസ്മായിൽ നബി അലൈഹിസ്സലാം സംസാരിക്കുന്നത്. വലിയ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചെറുപ്പത്തിൽ തന്നെ സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ പ്രശ്നങ്ങളുണ്ടായി. അത് കഴിഞ്ഞ് നാട്ടുകാരെല്ലാവരും കൂടി തീയിലിട്ടു. ജിബ്രീൽ അലൈഹിസ്സലാം വരെ വന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. തീയിലേക്ക് ചാടുന്ന സമയത്ത് വേണ്ടാന്ന് പറഞ്ഞ് അള്ളാഹുവിനോടുള്ള മഹബ്ബത്തിൽ സ്വന്തം ശരീരത്തെ സമർപ്പിച്ച ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം അള്ളാഹു ആ തീയിനെ സ്വർഗമാക്കി കൊടുത്തു. അതുണ്ടായത്. പിന്നെ സ്വന്തം ഭാര്യയെയും ചെറിയ മകനായ ഇസ്മായിലിനെയും അലൈഹിസ്സലാം മക്കയുടെ വിജനമായ സ്ഥലത്ത്, അന്ന് ഇന്നത്തെ മക്കയല്ല, ഒരാളും ഒരു മനുഷ്യനും വെള്ളവും ഭക്ഷണമൊന്നുമില്ലാത്ത തരിശു ഭൂമിയിൽ കൊണ്ടുപോയി താമസിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒന്നും നോക്കാതെ നേരെ ഒട്ടകപ്പുറത്ത് കയറ്റി
മക്കയിലെ മരുഭൂമിയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവരെ താമസിപ്പിച്ചത് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരെ രണ്ടുപേരെ അവിടെ ആക്കിയിട്ട് മടങ്ങുമ്പോൾ ഹജറാബിയുടെ ഒരു ചോദ്യം ഉണ്ടല്ലോ, ഞങ്ങൾ ഒറ്റക്കാക്കി നിങ്ങൾ പോവാണോ? ഒരു മറുപടിയും പറഞ്ഞില്ല. അവസാനം ചോദിച്ചു, ബീവി ഇത് അള്ളാഹുവിൻ്റെ നിർദ്ദേശത്തിലാണോ? അള്ളാഹിൻ്റെ നിർദ്ദേശത്തിലാണ് എന്ന് കേട്ടതും എങ്കിൽ നിങ്ങൾക്ക് പോകാം, അള്ളാഹുവിനറിയാം ഞങ്ങളെ സംരക്ഷിക്കാൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരാളുടെയും തുണയില്ലാതെ അവിടെയാക്കി മടങ്ങിയപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ പരീക്ഷണത്തിൽ വിജയിക്കുകയായിരുന്നു. വഇദ് ഇബ്തലാ ഇബ്രാഹിമ റബ്ബുഹു ബികലിമാത് ഫഅതമ്മഹുന്ന. പല ഘട്ടങ്ങളായി പല രൂപങ്ങളിലായി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഇബ്രാഹിം നബിയുടെ റബ്ബ് പരീക്ഷിച്ചു. ഫഅതമ്മഹുന്ന, എല്ലാ പരീക്ഷണ ഘട്ടങ്ങളും പൂർത്തിയാക്കി മൂപ്പര്. ഒന്നും കുറവിലൊക്കെ 100%, 100 മാർക്കാ. അപ്പോഴാണ് ഖാല ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ, നിങ്ങളെ നമ്മൾ ഇമാമാക്കിയിട്ടുണ്ട്, ആളുകളുടെ ഇമാം, എൻ്റെ മക്കളെയും വേണമെന്നായി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അള്ളാഹ് പറഞ്ഞാൽ നോക്കിയിട്ട് ചെയ്യാം, മക്കൾ നിങ്ങളെപ്പോലെയാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ മക്കളാണെന്നുള്ള പരിഗണന അല്ല. അങ്ങനെയൊക്കെ വലിയ സംഭവങ്ങളുണ്ടായി. അങ്ങനെ അതിൻ്റെ ശേഷം വന്ന പരീക്ഷണമാണ് ഇത്, ഇസ്മായിൽ നബിയാകുന്ന മോനെ അറുക്കണം. മകൻ സമ്മതിച്ചു. അതിൻ്റെ ബാക്കി അള്ളാഹ് പറയുന്നു, ഫലമ്മ അസ്ലമ വതല്ലഹു ലിൽ ജബീൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകൻ്റെ കൈ പിടിച്ച് മിനായിലെ പർവ്വതനിരകളിലേക്ക് നടക്കുകയാണ്. ഒരു കൈയിൽ മകൻ്റെ കൈ പിടിച്ചിട്ടുണ്ട്. ഏത് മകൻ? എത്രയോ തവണ റബ്ബിനോട് ദ്വാരന്ന് അള്ളാഹ് കൊടുത്ത മോൻ, ആ മോൻ്റെ കൈ പിടിച്ചിട്ടുണ്ട്. അപ്പുറത്തെ കയ്യിൽ കത്തിയുണ്ട്, നല്ല മൂർച്ചയുള്ള കത്തി. ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വന്തം മകനെ ആ മിനായിൽ നിശ്ചയിക്കപ്പെട്ട സ്ഥലത്ത് കിടത്തിയിട്ട് കത്തി മൂർച്ചം ഉറപ്പാക്കി, നല്ല മൂർച്ചയുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് സ്വന്തം മകൻ്റെ കഴുത്തിൽ ആ കത്തി വെക്കുകയാണ്. നോക്കൂ നിങ്ങൾ, ലോകം അത്ഭുതത്തോടെ നോക്കി നിന്ന സമയമാണ്. മൂപ്പരെ ഉറപ്പ് നോക്കി അള്ളാഹ് അറുക്കണം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ മൂപ്പര് എന്താ സംഭവിച്ചില്ലല്ലോ. മൈലിയന്മാരാണെങ്കിൽ ചിലപ്പോൾ പറയും അറുക്കൽ ഹറാമാണ്, കൊല്ലുക എന്നുള്ളത് സബുൽ മുബിഖാത്താണ് എന്നൊക്കെ അള്ളാഹ്ക്ക് വഴി പറഞ്ഞു കൊടുക്കും. അള്ളല്ലേ ഈ പറയുന്ന അറുക്കണമെന്ന്. പിന്നെ അവിടെ ഫത്തുൽ മുയിനിൽ സബുൽ മുബിഖാത്താണെന്ന് അള്ളാഹിനോട് ആരോ പറയും? അതില്ലല്ലോ. മുമ്പ് അറുക്കാൻ വേണ്ടി ഒരുങ്ങിയതല്ല, കത്തി വെക്കുകയാണവിടെ. ഉറപ്പായി ഇത് അറുക്കും. ഇത് കളിയല്ല, ഇത് ആ അനുസരണ ബോധമാണ്. അപ്പോൾ നോക്കുങ്ങൾ, അല്ലാഹ് അതിനവർ റെഡിയായി കത്തിവെച്ചപ്പോൾ വനാദൈനാഹു അയ്യാ ഇബ്രാഹിം. ഉടനെ ആ കത്തിവെച്ച സമയത്ത് ഇബ്രാഹിം നബി അതങ്ങോട്ട് പൂർത്തിയാക്കി എന്ന് ഉറപ്പായപ്പോൾ നമ്മൾ വിളിച്ചു, ഇടപെട്ടു അല്ലാഹ് നേരിട്ട്, യാ ഇബ്രാഹിം, ഓ ഇബ്രാഹിം, ഖദ് സദ്ദഖത റുഅ്യ, നിർദ്ദേശം നിങ്ങൾ പാലിച്ചിരിക്കുന്നു. സ്വപ്നത്തിലൂടെ നൽകിയ നിർദ്ദേശത്തെ അങ്ങ് സാക്ഷാത്കരിച്ചിരിക്കുന്നു. അങ്ങ് 100 മാർക്കുള്ള ഖലീൽ തന്നെയാണ്. ഇന്ന കദാലിക നജ്സിൽ മുഹ്സിനീൻ ഇന്ന ഹാദാ ലഹുവൽ ബലാഉൽ മുബീൻ വഫദൈനാഹു ബിദിബ്ഹിൻ അളീം. അത് വലിയൊരു പരീക്ഷണം നിങ്ങൾക്ക് തന്നതായിരുന്നു, വലിയൊരു ബലായിരുന്നു നിങ്ങൾക്ക്. പക്ഷെ നിങ്ങളതിൽ വിജയിച്ചു പോയി. അതുകൊണ്ട് വഫദൈനാഹു, നമ്മൾ അവർക്ക് പകരം കൊടുത്തു, ബിദിബ്ഹിൻ അളീം, വലിയൊരു അറിവ്. അതാണ് നേരെ വന്ന് ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് മകനെ പിന്നെ ഒഴിവാക്കിയല്ലോ, ഒഴിവാക്കാൻ പറഞ്ഞല്ലോ. ഒഴിവാക്കാൻ പറഞ്ഞാൽ സെക്കൻഡിൽ ഒഴിവാക്കും, അറുക്കാൻ പറഞ്ഞാൽ അറുക്കും. അതാണ് പൂർണ്ണ അടിമത്വം എന്ന് പറയുന്നത്. ആ സമയത്ത് ആടിനെ കൊടുത്തു എന്നാണ്. ആ ആടാണ് ആദ്യമായി, അത് ദുൽഹിജ്ജ 10-നാണ് ഈ സംഭവം. പെരുന്നാളിൻ്റെ അന്ന് പിന്നെ പെരുന്നാളൊന്നും സ്ഥിരപ്പെട്ടിട്ടില്ല, പെരുന്നാളൊക്കെ പിന്നെ വന്നതാണ്. അപ്പോൾ ആ സംഭവം നടക്കുന്നത് ദുൽഹിജ്ജ 10-നാണ്. ദുൽഹിജ്ജ 10-ന് ഈ സംഭവം നടക്കുമ്പോൾ, അറുക്കുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? അല്ലാഹു തആല ഒരാടിനെ കൊടുത്ത് ആ ആടിനെ അറുക്കാൻ വേണ്ടി പറഞ്ഞു എന്നാണ്. അങ്ങനെയാണ് ഉദ്ഹിയ്യത്ത് തുടങ്ങുന്നത്. ഇസ്മായിൽ നബിൻ്റെ അലൈഹിസ്സലാമിൻ്റെ അറവിനെ
അള്ളാഹ് ഒഴിവാക്കി കൊടുത്ത് പകരം ഈ ആടിനെ അങ്ങോട്ട് കൊടുത്തപ്പോൾ ആ ആടിനെ അറുക്കാൻ വേണ്ടി പറഞ്ഞു. അതിനറുത്തു. തക്ബീറൊക്കെ ചൊല്ലിയിട്ട് അറുത്തത്. ജിബ്രീൽ അലൈഹിസ്സലാമും ഇസ്മായിൽ നബി അലൈഹിസ്സലാമും ഇബ്രാഹിം നബി അലൈഹിസ്സലാമും 3 ആളുണ്ട് എന്നാണ്. അങ്ങനെ അറുത്തു. ആ അറക്കുമ്പോൾ ബിസ്മിയൊക്കെ ചൊല്ലി അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ തക്ബീറൊക്കെ ചൊല്ലിയിട്ടാണ് അറവ്. അതാണ് പിന്നീട് പറയുന്നത് ഹബീബായ മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തു അബീക്കും ഇബ്രാഹിം. ഇത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചര്യയാക്കി കാണിച്ചു തന്നതാണ്. ഇബ്രാഹിം നബി ചെയ്തതുകൊണ്ട് നമുക്ക് സുന്നത്താകണമെങ്കിൽ ആര് പറയണം? മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കതാണ്. കാരണം അവരെ ശരീഅത്തിലുള്ളതൊക്കെ നമുക്ക് ഉണ്ടാകണമെന്നില്ല. ശരീഅത്തിലുള്ളതിൽ വ്യത്യാസങ്ങളുണ്ടാവും. അങ്ങനെയാണ് വന്ന് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഹബീബായ തങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ചര്യയാണെന്ന് പറഞ്ഞപ്പോൾ ഖാലു, അവർ ചോദിച്ചു, ഫമാ ലനാ ഫീഹാ യാ റസൂലല്ലാഹ്, ഞങ്ങൾ അങ്ങനെ ഉദ്ഹിയ്യത്തറുത്താൽ ഞങ്ങൾക്ക് എന്താണ് അതിൻ്റെ പ്രതിഫലം? ഖാല ബികുല്ലി ശഅറത്തിൻ ഹസന സദഖ റസൂലുള്ളാഹി. ആ മൃഗത്തിൻ്റെ ഓരോ രോമം കണക്കെ നിങ്ങൾക്ക് കൂലിയുണ്ടെന്നാണ് മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു രോമത്തിന് ഒരു ഹസനത്ത് എന്നാണ് പറയുന്നത്. അതൊക്കെ സാധാരണഗതിയിൽ പറയുന്നതാണ്. അത് ഓരോ നിർദ്ദേശമനുസരിച്ചൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ കൂടിക്കൂടി വരും. അതാണ് നോക്കൂ നിങ്ങൾ, മാ അമില ഇബ്നു ആദം യൗമൻ നഹർ അമലൻ അഹബ്ബ ഇലല്ലാഹി അസ്സ വജൽ മിൻ ഹിറാഖത്തി ദം. പെരുന്നാളിൻ്റെ ദിവസം പല അമലുകളുണ്ട്, പല പല അമലുകളുണ്ട്. ഹബീബായ തങ്ങൾ തന്നെ ബുഖാരിയിൽ കാണാം, ഇന്ന അവ്വല മാ നബ്ദഉ ബിഹി ഫീ യൗമിനാ ഹാദാ അൻ നുസല്ലിയ. സഹീഹുൽ ബുഖാരിയിലെ ഹദീസ്. പെരുന്നാളിൻ്റെ അന്ന് പല നല്ല കാര്യങ്ങളും ചെയ്യുക. നമ്മൾ തുടങ്ങുന്നത് നിസ്കാരം കൊണ്ടെന്നാണ് മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പെരുന്നാൾ നിസ്കാരം നമ്മളിന്ന് ആദ്യം അതാണല്ലോ നടത്തുക, പെരുന്നാൾ നിസ്കാരം. വലിയ പെരുന്നാളിൻ്റെ നിസ്കാരമാകുമ്പോൾ നേരത്തെ നിസ്കരിക്കണം എന്നാണ്. കാരണം പിന്നെ ഉളുഹിയ്യത്ത് അറക്കണമല്ലോ. ചെറിയ പെരുന്നാളിൻ്റെ ഈദുൽ ഫിത്റിൻ്റെ സുന്നത്ത് നിസ്കാരം വൈകിപ്പിക്കലാ സുന്നത്ത്. വൈകിപ്പിക്കാറിന് അതിൻ്റെ സമയത്ത് ഉച്ചരാക്കാന്നല്ല. അതിനാണ് ഒരു 9 മണി 8:30 ആയിട്ടാണ് നമ്മൾ നിസ്കരിക്കാം. ചെറിയ പെരുന്നാളിന് ആളുകൾക്ക് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ട ദിവസമാണ്. അപ്പോൾ അന്ന് അതിനുള്ള സാഹചര്യം ഉണ്ടാക്കാനാണ് അങ്ങനെ പറയുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ ഹബീബായ തങ്ങൾ പറയുന്ന ആദ്യം നമ്മൾ നിസ്കരിച്ചുകൊണ്ടാണ് തുടക്കം. സുമ്മനെർജിയ, നിസ്കാരം കഴിഞ്ഞ് നമ്മൾ മടങ്ങും. ഫനൻഹർ, നമ്മൾ ഉളുഹിയ്യത്തറക്കും. മൻ ഫഅലഹു ഫഖദ് അസ്വാബ സുന്നതന, അതാരെങ്കിലും ചെയ്താൽ അവൻ നമ്മുടെ സുന്നത്തിനെ എത്തിച്ചു. ത്വഹ റസൂലുള്ളാഹി. വമൻ ദബഹ ഖബൽ, മുമ്പൊരാളർത്താലോ, നിസ്കാരത്തിന് മുമ്പർത്താലോ, ഫഇന്നമാ ഹുവ ലഹ്മുൻ ഖദ്ദമഹു ലി അഹ്ലി, അത് ഉളുഹിയ്യത്താവൂല, ഓൻ്റെ പെരക്കാർക്ക് തിന്നാൻ ഇറച്ചിയാക്കി കൊടുക്കാമെന്ന് മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അറുത്തിട്ടുണ്ട്. കാരണം അന്ന് നിയമങ്ങൾ പഠിക്കണതിന് മുമ്പാണല്ലോ. ഒരു സ്വഹാബി മൃഗത്തൊക്കെ പിന്നെ ഉളുഹിയ്യത്തിൻ്റെ ക്ലാസ്സൊക്കെ കേട്ട് പിറ്റേത്തെ പെരുന്നാളിന് മുമ്പ് രാവിലെ തന്നെ എന്ത് ചെയ്ത് ആദ്യം അറുത്തിട്ടാണ് പള്ളിയേക്ക് വന്നത്. നിസ്കരിക്കാൻ പഠിച്ചില്ല, പഠിച്ചു വരുന്നേ ഉള്ളൂ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുഴപ്പമില്ല, എല്ലാവർക്കും വിതരണം ചെയ്തേക്ക്, ഇറച്ചിയൊക്കെ എല്ലാവരും തിന്നോട്ടെ, ഉളുഹിയ്യത്ത് വേറെ ഇറക്കണം എന്നാണ്. അതിനൊരു സമയമുണ്ട് എന്ന് പറഞ്ഞു. ആ സമയത്ത് ഇപ്പോൾ ളുഹർ, ഇപ്പോൾ ബാങ്ക് കൊടുക്കണതിന് മുമ്പ് നിസ്കരിച്ചാൽ അത് ളുഹറാവില്ലല്ലോ എന്ന് പറഞ്ഞ പോലെ പെരുന്നാളിൻ്റെ അന്ന് ഉളുഹിയ്യത്തിൻ്റെ സമയമാകുന്നപ്പോഴാണ് പെരുന്നാളിൻ്റെ അന്ന്. പിന്നെ സൂര്യൻ ഉദിച്ച് ഈ ഒരു സമയത്തിൻ്റെ ശേഷമാണല്ലോ ഒരു സുന്നത്ത് നിസ്കാരം എന്ന് പറയുന്ന, അതും അതിൻ്റെ ഖുത്ബൻ്റെ ശേഷമാണ് ഇതിൻ്റെ സമയമാവുക. ആ സമയത്തിന് മുമ്പ് ചെയ്താൽ അപ്പോൾ പിന്നെന്തായി, അത് ഇറച്ചി തിന്നൊക്കെ കുഴപ്പമില്ല, അത് ഉളുഹിയ്യത്താവില്ല എന്നാണ് മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ പല അമലുകളും ഈ പെരുന്നാളിൻ്റെ അന്ന് ഉണ്ടെങ്കിലും ഉളുഹിയ്യത്തിനെ അറുക്കുന്നതിനേക്കാൾ നല്ലൊരു അമല് വേറെ ഇല്ലെന്ന് മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഇന്നഹു ലയഅതി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ നിങ്ങൾ ഉളുഹിയ്യത്തറുത്ത ആ മൃഗം വരും. എല്ലാ സംഭവങ്ങളും അഷറയിൽ വരുമല്ലോ. നമ്മളിപ്പോൾ ഒരു മൃഗത്തെ ആക്രമിച്ച ആ മൃഗം വരും, നമുക്കെതിരെ പരാതി പറയും.
അതൊക്കെ കലാ വീട്ടിയിട്ടേ മൃഗങ്ങളടക്കം പോവുള്ളൂ. അല്ലാഹ് നീതിമാനാണല്ലോ. അപ്പം ആ കൂട്ടത്തിൽ നല്ലതും ഉണ്ടാവും. ഉദ്ഹിയ്യത്തറുത്താൽ ആ മൃഗം നാളെ ആഖിറത്തിൽ വരുമെന്ന് മുത്തു റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബിഖുറൂനിഹാ വഅദ്ലാഫിഹാ വഅശ്ആരിഹാ, അതിൻ്റെ കൊമ്പുകളുമായി, അതിൻ്റെ നഖങ്ങളുമായി, അതിൻ്റെ രോമങ്ങളുമായി, എന്നിട്ട് അതിന് ഓരോന്നും നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള പ്രതിഫലം ആ ഉദ്ഹിയ്യത്തറുത്ത ആളുകൾക്ക് കിട്ടുമെന്ന് ത്വഹാ റസൂലുള്ളാഹി. വഇന്നദ്ദമ ലയഖഉ മിനല്ലാഹി അസ്സ വജൽ ബിമകാനിൻ ഖബ്ല അൻ യഖഅ അലൽ അർദ് ഫതീബു ബിഹാ നഫ്സാ. ഒരുപാട് ഹദീസുകൾ ഉദ്ഹിയ്യത്തിനെ സംബന്ധിച്ചു പറഞ്ഞ ഹദീസുകൾ മാത്രം പറഞ്ഞാൽ എത്ര പറയേണ്ടി വരും. കാരണം അത് ആ ബാബില്ലാത്ത ഒരു കിതാബുമില്ല. സഹീഹുൽ ബുഖാരിയിൽ, സഹീഹ് മുസ്ലിമിൽ, എല്ലാ ഹദീസിൻ്റെ കിതാബിലും, എല്ലാ ഫിഖ്ഹിൻ്റെ കിതാബിലും, എല്ലാ സ്ഥലത്തും ഉദ്ഹിയ്യത്തിനെ സംബന്ധിച്ചു പറയുന്നുണ്ട്. അതാണ് ഖിയാമത്ത് നാളിൽ നിങ്ങൾക്കത് സാക്ഷി പറയുമെന്ന് ഹബീബായ മുത്തു റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മൃഗത്തിൻ്റെ രക്തം അത് അറുക്കുമ്പോൾ ആ രക്തം ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ്, ഭൂമിയിൽ തട്ടുന്നതിന് മുമ്പ് നിങ്ങൾക്കുള്ള പ്രതിഫലം അല്ലാഹ് എഴുതിയിട്ടുണ്ടാകുന്നതാണ് മുത്തു റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പം അത്രയും അതിന് പ്രാധാന്യമുണ്ട്. പ്രധാനപ്പെട്ട അമലായി നമ്മുടെ മശായിഖന്മാരൊക്കെ നമുക്ക് പഠിപ്പിച്ചെന്ന കാര്യമാണ്. പിന്നെ ഇനി അതിൽ പഠിക്കാനുള്ളത്, അങ്ങനെ ഉദ്ദേശിക്കുന്ന ആളുകൾ നമുക്ക് എന്തൊക്കെ ചെയ്യാനുണ്ട്, ആർക്കാണിത് സുന്നത്ത്, എപ്പോഴാണിതിൻ്റെ ടൈം എന്നൊക്കെ ഫിഖ്ഹിൻ്റെ കിതാബിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ സങ്കീർണമായിട്ടൊന്നും പറയേണ്ടില്ല. വളരെ ചുരുക്കി മഹാനരായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഫത്ഹുൽ മുഈനിൽ അത് പറഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം മസ്അലകളൊക്കെ ഫത്ഹുൽ മുഈനിലുണ്ട്. തുഹ്ഫയിലേക്ക് പോയാൽ പിന്നെ കുറച്ചുകൂടി കൂടും. അങ്ങനെ ഓരോ കിതാബിലും പറഞ്ഞിട്ടുണ്ടാവും. ആകത്തുക നമുക്ക് പറയേണ്ട 2-3 കാര്യങ്ങളെ അതിലുള്ളൂ. അതെല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവും ചെയ്യും. അപ്പോൾ എന്തൊക്കെയാണത് നമുക്ക് നോക്കാം. ഹബീബായ ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹ് കണ്ടോ, നോക്കൂ. ഇദാ ദഖലത്തിൽ അശ്റു വഅറാദ അഹദുക്കും അൻ യുളഹിയ ഫലാ യമസ്സ മിൻ ശഅരിഹി വബശരിഹി ശൈആ. ത്വാഹ റസൂലുള്ളാഹി. ഇദാ ദഖലത്തിൽ അശ്ർ, ദുൽഹിജ്ജ മാസത്തെ 10 ദിവസങ്ങൾ കടന്നു, അതായത് ദുൽഹിജ്ജ മാസമായി. വഅറാദ അഹദുക്കും അൻ യുളഹിയ, ഏത് അവസ്ഥയിൽ നിങ്ങളിൽ നിന്നുള്ള ഒരാൾ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്തിന്, ഉളുഹിയ്യത്തറുക്കാൻ. എന്നാൽ ഫലാ യമസ്സ മിൻ ശഅരിഹി വബശരിഹി ശൈആ. സദഖ റസൂലുള്ളാഹി. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ മുടിയും നഖവും ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ മുറിച്ച് കളയാൻ പാടില്ല. നമ്മൾ പറയുമല്ലോ, ദുൽഹിജ്ജ 1 കഴിഞ്ഞാൽ നമ്മൾ ഉളുഹിയ്യത്തിനെ ഉദ്ദേശിക്കുകയും ചെയ്താൽ, ഉദ്ദേശിക്കണം, അറുക്കണ്ടേന്ന് ഇങ്ങനെ സംശയത്തിൽ നിൽക്കുകയാണ്, ഓനോടല്ല. അറാദ, ഉദ്ദേശിച്ചു എന്ത്, അൻ യുളഹിയ, ഉളുഹിയ്യത്തറുക്കാൻ. എന്നാൽ ഫലാ യമസ്സ മിൻ ശഅരിഹി, പിന്നെ മുടി വെട്ടാൻ പാടില്ല എന്നാണ്. ഉദ്ദേശിച്ചാൽ മുടി വെട്ടാൻ പാടില്ല, പിന്നെ ഓൻ്റെ നഖം മുറിക്കാൻ പാടില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നേരെ ആര് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, മുത്തു റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി അതിൻ്റെ മസ്അലകളിലേക്ക് വന്നാൽ, യുസന്നു മുതഅക്കിദൻ ലിഹുർരിൻ ഖാദിരിൻ, ഇത് മുതഅക്കിദായ സുന്നത്താണ് എന്ന് പറഞ്ഞാൽ മുഅക്കദായ സുന്നത്താണ്. സുന്നത്ത് 2 മശായിഖ് സുന്നത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ എല്ലാവരും ഓൽക്ക് ഒറ്റ വാക്കേ ഉണ്ടാവുള്ളൂ. അത് ചെയ്യേണ്ടതാണ്, അതാരുടെ ചര്യയാണ് മുത്തു റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ പിന്നെ ചെറുതും വലുതൊന്നും ഒരു പറയൂല. കാരണം ആര് പഠിപ്പിച്ചതാണത്, മുത്തു റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ സാധാരണക്കാരായ ആളുകളോട് അതിൻ്റെ പ്രാധാന്യം പഠിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണെന്ത്, ഇത് നിങ്ങളൊരു ലാഘവത്തോടെ കാണേണ്ട വിഷയമല്ല, പിന്നെയോ ശക്തിയായ സുന്നത്താണ്, ശക്തിയായ സുന്നത്താണ്. ആർക്കാണ് സുന്നത്ത്, സ്വതന്ത്രനായ ആൾക്ക്. അപ്പോൾ അത് പറയേണ്ട ആവശ്യമില്ല. ഈ നാട്ടിൽ നമ്മളെ കാലത്തൊന്നും അടിമകളില്ല. അടിമകളുള്ള കാലം ഉണ്ടായിരുന്നു. ആരെ കാലത്ത്, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അടിമയായ ആൾക്ക് ഇത് ഉളുഹിയ്യത്തില്ല, അവർക്ക് അവരുടെ യജമാനനാണ് അറുക്കുക. അപ്പോൾ സമ്പ്രദായം ഇല്ലാത്തതുകൊണ്ടോ പറയണ്ട. ഖാദിറായ ആൾക്കാണ് സുന്നത്ത്. ഖാദിർ എന്ന് പറഞ്ഞാൽ ഉളുഹിയ്യത്തിന് കഴിവുള്ള ആൾ.
കഴിവില്ലാത്ത ആൾ കടം വാങ്ങി ചെയ്യേണ്ട കാര്യമല്ല അത്. ഉളുഹിയ്യത്ത് എന്ന് പറയുന്ന സംഗതിക്ക് കഴിവറിന വലിയ മുതലാളിയാവുമൊന്നുമല്ല. 7 പിന്നെ ആൾ കൂടിയിട്ട് ഒന്നിനെ അറക്കാന്നല്ലേ പറഞ്ഞത്. അതിലൊരു ഓഹരിക്ക് കഴിവുള്ളവനാണെങ്കിൽ അത് കൊടുക്കണം. അപ്പോൾ അതാണ് പറയുന്നത്. അതിൽ ഏതൊക്കെ മൃഗങ്ങളെ അറക്കാം അവിടെ ഫിഖ്ഹ് പറഞ്ഞു. ആട്, മാട്, ഒട്ടകം, ഇങ്ങനെയാണ് പഴയ കാലത്ത് തന്നെ നമ്മൾ പറഞ്ഞു വരുന്നത്. ആട്, മാട്, ഒട്ടകം, ഇതിനെയാണ് നമുക്ക് ഉളുഹിയ്യത്ത് അറക്കാൻ പറ്റുള്ളൂ. കോയിനെ ഉളുഹിയ്യത്ത് അറക്കാൻ പറ്റുമോ എന്നൊക്കെ ഇടയ്ക്ക് ചർച്ച ഉണ്ടാക്കിന്. അങ്ങനെയാണെങ്കിൽ പിന്നെ എല്ലാവർക്കും ഓരോ കോയിനെ അറുത്താൽ മതിയല്ലോ. അതിൻ്റെ മസലയിലേക്കല്ല ഞാൻ പോകുന്നത്. അതിനൊക്കെ ഓരോ ഘട്ടങ്ങളുണ്ടാവും. ഫിഖ്ഹ് വിശാലമാണ്. പക്ഷെ സാധാരണഗതിയിൽ ഉളുഹിയ്യത്ത് എന്ന് പറഞ്ഞാൽ ആടാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതൽ അടുത്തത് അറുത്തത് ആടിനെയായിട്ടാണ് കാണുന്നത്. ഒട്ടകത്തെ അറുത്ത സംഭവമുണ്ട്. സ്വഹാബികൾ തന്നെ 100 ഒട്ടകത്തൊക്കെ അറുത്ത സംഭവങ്ങളൊക്കെ കാണാം. ഓരോ സ്വഹാബികളും കൂടിയിട്ട് അറുക്കുകയാണ്. അപ്പോൾ ആടിനെ അറുക്കാം. ആടിനെ അവർ 2ആയി തരം തിരിച്ചിരിക്കുന്നു. ഒന്ന് ലഅ്ന്, ഒന്ന് മഅ്സ്, അല്ലേ? ഒന്ന് കോലാട്, നെയ്യാട് എന്നൊക്കെ പറയും. നെയ്യാടാണെങ്കിൽ അതിന് 1 വയസ്സായാൽ മതി എന്നാണ്. കോലാടാണെങ്കിൽ അതിന് 2 വയസ്സ് പൂർത്തിയാകണം. നമ്മളെ നാട്ടിലുള്ള ആട് കോലാട് ഇനത്തിൽപ്പെട്ടതാണ് എന്നാണ് ഇത് പറഞ്ഞ ഉസ്താദുമാർ പറഞ്ഞുതരാം. നമുക്ക് 2 ആടിനും കണ്ടിട്ട് പരിചയം ഉണ്ടാവില്ലല്ലോ. ഇത് പറഞ്ഞ് മനസ്സിലാക്കാനല്ലേ കഴിയൂ. അപ്പോൾ നെയ്യാട് അറേബ്യൻ രാജ്യങ്ങളിലൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് 1 വയസ്സായാൽ മതി. ഈ വയസ്സാകുക എന്ന് പറയുമ്പോൾ പൂർത്തിയാക്കണം എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അതാണ് ലഹു സനത്തുൻ, അല്ലെങ്കിൽ പല്ല് കൊഴിഞ്ഞു പോകുക എന്ന് പറയുന്നുണ്ട്. അതൊരു വയസ്സ് പൂർത്തിയാകുന്നതിന് മുമ്പാണെങ്കിലും അതിൻ്റെ ആ ഒരു പ്രായം പരിഗണിച്ച് അറബികൾ പോരുന്നത് കൊണ്ടാണ് അത് പ്രത്യേകം പറഞ്ഞത്. ആ പറഞ്ഞു വരുന്നത് മഅ്സ് എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലെ വിഷയം പറയാം, വെറുതെ സമയം നീട്ടണ്ടല്ലോ. നമ്മുടെ നാട്ടിലുള്ള ആടിന് അല്ലെങ്കിൽ ബക്കർ, അതാണ് മാട് എന്ന് പറഞ്ഞാൽ ലഹുമാ സനത്താൻ, അതിനെത്ര വയസ്സാകണം? 2 വയസ്സാകണം. 2 വയസ്സ് പൂർത്തിയാകണം. 2ാമത്തെ വയസ്സിലേക്ക് കടന്നാൽ പോരാന്നാണ്. അതതിൻ്റെ ഒരു നിയമമാണ്. അതാ ഞാൻ പറഞ്ഞു, ഇത് സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാനേ ഉള്ളൂ. മൃഗത്തിൻ്റെ സിഫത്തുകൾ, അറുക്കേണ്ട സമയങ്ങൾ, അതുപോലെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ 2-3 കാര്യങ്ങളെ അതിൽ പറയാനുള്ളൂ. അപ്പോൾ ആടിനെ അറുക്കുന്ന ആൾ നമ്മളെ നാട്ടിലെ ആടാണെങ്കിൽ 2 വയസ്സ് പൂർത്തിയായ ആടിനെ തന്നെ കിട്ടണം. 2 വയസ്സ് പൂർത്തിയായി എന്ന് എങ്ങനെ അറിയാം? അത് വളർത്തുന്ന ആളാണെങ്കിൽ ഓരോട് ചോദിച്ചാൽ മതിയല്ലോ എത്ര വയസ്സായി എന്ന്. ഇനി നമ്മളൊരു സ്ഥലത്തുനിന്ന് വാങ്ങുകയാണെങ്കിൽ വിശ്വസ്തനായ ഒരാൾ പറയാണ് 2 വയസ്സായിട്ടുണ്ട്. ചില കച്ചവടക്കാരുണ്ടാവും 1 2 എന്ന് പറയുന്ന ടീം, അതിനെ പറ്റില്ല. ചില ആളുകൾക്ക് കണ്ടാൽ അറിയും ഇതിനെത്ര പ്രായമായിട്ടുണ്ട്. അത് വെച്ച് സോലാകുന്നവർക്കറിയാം. ഓരോ വഴിയിലുള്ള ആളോടാണല്ലോ. അപ്പോൾ പോത്തിനെ വാങ്ങുമ്പോൾ മൊയിലേരൊപ്പം കൊണ്ടുപോയിട്ട് കാര്യമില്ല, പോത്തിനെ കുറിച്ച് അറിയുന്ന ആളെ കൊണ്ടുപോണ്ടി. അങ്ങനെ ഏത് വിഷയവും അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ 1 വയസ്സ് എന്നത് നെയ്യാടിൻ്റെ ഹുക്കുമാണ്. നമ്മുടെ നാട്ടിലില്ല. കോലാട് എന്ന് പറയുന്ന ഈ ആടിന് 2 വയസ്സാകണം. മാട് എന്ന് പറയുമ്പോൾ അതിൽ വരുന്നതാണ് ഈ പറയുന്ന സാധനങ്ങളൊക്കെ. പശുവായാലും പോത്തായാലും ഇതൊക്കെ മാട് എന്ന് പറയുന്ന ബക്കർ ലഹുമാ സനത്താൻ, 2 വയസ്സുള്ള പോത്ത് അല്ലെങ്കിൽ പോത്താളവ് നമ്മൾ അധികം അറുത്ത് ആളുകൾ ഇവിടെയൊക്കെ പോരുന്നത്. ആ പോത്തിന് 2 വയസ്സ് പൂർത്തിയാകണം. ഇതൊക്കെ നമ്മൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഒക്കെ വാങ്ങിക്കഴിഞ്ഞല്ലോ, അതതിലുണ്ടോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തും വേണം. 2 വയസ്സില്ലാത്ത സാധനത്തിന് അറുത്തിട്ട് കാര്യമില്ല. പിന്നുള്ളത് ഒട്ടകമാണ്. അപ്പോൾ തൽക്കാലം പെട്ടെന്ന് നടക്കുന്ന സാധനം ലഹു ഹംസു സിനി എന്നാണ്. ഒട്ടകമാണെങ്കിൽ അതിനെന്ത് വേണം? 5 വയസ്സ് വേണം. 5 വയസ്സുള്ള ഒട്ടകം, 2 വയസ്സുള്ള പോത്ത്, 2 വയസ്സുള്ള ആട്, ഇങ്ങനെയാണ് അതിനെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള നിയമങ്ങൾ. പിന്നെ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നിയ്യത്താണ്. നിയ്യത്ത് എല്ലാ വിഷയത്തിലും വേണം. ഇവിടെയും നിയ്യത്ത് വേണം. എപ്പോഴാണ് നിയ്യത്ത് ചെയ്യുക? നിയ്യത്തിൻ്റെ ടൈം നമ്മൾ പറയില്ല. ഫിത്ർ സക്കാത്തിന് എപ്പോഴാണ് നിയ്യത്ത് ചെയ്യുക? ഫിത്ർ സക്കാത്തിന് നിയ്യത്ത് ചെയ്യേണ്ടത് 2 ടൈമിലാണ്. ഒന്ന്, മറ്റ് അരികളിൽ നിന്ന് ഫിത്ർ കൊടുക്കാനുള്ള അരിയെ വേർതിരിച്ച് നിർത്തുന്ന നേരത്ത്. നമ്മൾ ചാക്കുന്ന് ഇതിൻ്റെ ഫിത്റാണെന്ന് കരുതി വാരുമ്പോൾ നിയ്യത്ത് ചെയ്യുക, അല്ലെങ്കിൽ കൊടുക്കുമ്പോൾ നിയ്യത്ത് ചെയ്യുക. ഇതേപോലെ
ഇന്ദ ദബിഹിൻ ഔ തഈനിൻ ഫത്ഹുൽ മുഈൻ്റെ ഇബാറത്ത്. സുന്നത്ത് ആയ ഉളുഹിയ്യത്തിനെ ഞാൻ കരുതി എന്ന് നിയ്യത്ത് ചെയ്യേണ്ടത് 2 ടൈമുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് തഈൻ ചെയ്യുന്ന സമയം. തഈൻ ചെയ്യാറിന് അതിനെ നമ്മൾ അതിനു വേണ്ടി നിർണയിക്കുന്ന നേരം. ഇപ്പം നമ്മൾ പോത്തിനെ വാങ്ങി അതിനെ ഉളുഹിയ്യത്തറക്കാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതെൻ്റെ സുന്നത്തായ ഉളുഹിയ്യത്തിനുള്ള മൃഗാണ്, ഈ വർഷത്തെ സുന്നത്തായ ഉളുഹിയ്യത്തിന് ഞാൻ കരുതി എന്ന് അപ്പം നിയ്യത്ത് ചെയ്യാം. അതതിൻ്റെ ഒരു സമയമാണ്. ഔ ദബിഹിൻ, അല്ലെങ്കിൽ അറുക്കുന്ന സമയത്ത്. അറുക്കുന്ന നേരത്ത് പിന്നെ ഉറപ്പായല്ലോ അതാണ് ഉളുഹിയ്യത്ത് എന്നുള്ളത്. ആ നേരത്തും ചെയ്യാവുന്നതാണ്. നമ്മളെ വീട്ടിൽ ഒരു പോത്തിനങ്ങനെ വളർത്തിക്കൊണ്ടുവരികയാണ്. അപ്പം നമ്മൾ പറഞ്ഞു ഈ പോത്തിനെ ഞാൻ ഈ വർഷം ഉളുഹിയ്യത്തറക്കാൻ തീരുമാനിച്ചു, എന്നാൽ അതിനെ അറക്കണം എന്നാണ് നിബന്ധന. അതിന് എത്ര വയസ്സായാലും കുഴപ്പമില്ല, ഉടനെ അറുത്ത് കൊടുത്തോളണം എന്നാണ് അടുത്ത സമയം വരുമ്പോൾ. അപ്പോൾ അതാണ് 2 സമയമാണ് നമ്മൾ പറഞ്ഞു. ഒന്ന് അതിനെ മറ്റുള്ളതിൽ നിന്ന് തഈന് ചെയ്യുമ്പോൾ നിർണയിക്കുന്ന സമയത്ത്, മറ്റൊന്ന് അറുക്കുന്ന സമയത്ത് നിയ്യത്ത് ചെയ്യണം. എന്താ നിയ്യത്ത്? നിയ്യത്ത് സിമ്പിളാണ്. ഉളുഹിയ്യത്തെന്ന സുന്നത്തായ കർമ്മത്തെ ചെയ്യാൻ ഞാൻ കരുതി, അത്രേ ആവശ്യമുള്ളൂ. നേർച്ചയാക്കലുണ്ട്, അതല്പം പണിയുള്ള കാര്യമാണ്. ഈ വർഷത്തെ ഉളുഹിയ്യത്തിനെ ഞാൻ നേർച്ചയാക്കി എന്ന് പറയാം. നേർച്ചയാക്കി എന്ന് പറഞ്ഞാൽ പിന്നെ അത് നിർബന്ധമായി, പിന്നെ സുന്നത്തല്ല, അതിൻ്റെ നിയമങ്ങളൊക്കെ മാറും. അതെങ്ങനെ? നമ്മൾ ഈ മൃഗത്തെ അറുത്തിട്ട് സാധാരണ എന്തെയും ആളുകൾക്ക് വിതരണം ചെയ്ത് നമ്മളും കഴിക്കും, അങ്ങനെയാണല്ലോ അതിൻ്റെ സുന്നത്തും അങ്ങനെയാണ്. നേർച്ചയാക്കിയാൽ പിന്നെ നിയമം നമ്മൾ കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഒക്കെ വിതരണം ചെയ്യേണ്ടി വരും. നേർച്ചയാക്കിയത് നമ്മൾ ചെലവ് കൊടുക്കൽ നിർബന്ധമായ ആളുകളോ കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് വിചാരിച്ച് നേർച്ചയാക്കിയാൽ മതി. സുന്നത്തായ കാര്യങ്ങൾ സുന്നത്തായി തന്നെ ചെയ്താൽ മതി. അധികവും നേർച്ചയാക്കിയാൽ അതിൻ്റെ ഓരോ കാര്യം ശ്രദ്ധിക്കണവർക്ക് പറ്റും, കൂലി കൂടൊക്കെ ചെയ്യും. ഇപ്പോൾ ഒരാൾ നീ നേർച്ചയാക്കിയത് ളുഹറിൻ്റെ മുമ്പ് സുന്നത്ത് സ്കരിക്കാൻ നേർച്ചയാക്കി, എല്ലാ ദിവസവും തന്നെ നേർച്ചയാക്കിയാൽ കുടുങ്ങാഞ്ഞ് വേറെ എവിടെയും പോണ്ടി ഉണ്ടാവില്ല. കാരണം ഇത് സുന്നത്തായൊരു കാര്യമാണ്. ഇയാളിത് നേർച്ചയാക്കിയതോടെ അത് നിർബന്ധമായി, ളുഹർ പോലെ തന്നെ ആയി, നിർബന്ധമായി. അപ്പോൾ അതിൻ്റെ അർക്കാനുകൾ ഒക്കെ നോക്കപ്പെടും. പ്രത്യേകിച്ച് ഓനായിട്ട് നിർബന്ധമാക്കിയതാ, അപ്പോൾ അത് ഒന്നുകൂടി കർശനമാക്കും ചെയ്യും. അപ്പോൾ കറക്റ്റ് ചെയ്യാൻ പയ്യണോല പണിയെടുത്താൽ മതി. ഇല്ലെങ്കിൽ സുന്നത്തായ ഉളുഹിയ്യത്തിൻ്റെ കർമ്മമാണ് അറുക്കേണ്ടത്. അപ്പോൾ നിയ്യത്തൊക്കെ സിമ്പിളാണ്. ഈ വർഷത്തെ സുന്നത്തായ ഉളുഹിയ്യത്ത് കർമ്മത്തെ ഞാൻ ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞാൽ മതി. സുന്നത്തായ ഉളുഹിയ്യത്ത് എന്ന് വരലേ അതിൽ പ്രധാനം. അതിനെ ഞാൻ വിചാരിച്ചു എന്നും പറയാം. ഇനി അതിൻ്റെ സമയം എപ്പോഴാണ്? വവഖ്തുഹാ മിൻ ഇർതിഫാഇ ശംസിൻ നഹരിൻ ഇലാ ആഖിരി അയ്യാമി തശ്രീഖ്. പെരുന്നാൾ ദിവസത്തെ സൂര്യനുണ്ടല്ലോ, സൂര്യൻ ഉദിച്ച് അല്പം ഉയർന്നാൽ തന്നെ അതിൻ്റെ ടൈമായി. അയ്യാമു തശ്രീഖിൻ്റെ അവസാനം വരെ അതിൻ്റെ ടൈമുണ്ട്. അയ്യാമു തശ്രീഖ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ദുൽഹിജ്ജ 11, 12, 13. അപ്പോൾ ദുൽഹിജ്ജ 10-നാണ് പെരുന്നാൾ. പെരുന്നാളിൻ്റെ അന്ന് രാവിലെ സൂര്യൻ ഉദിച്ചുയർന്ന് ഒരു 2 റക്അത്ത് നിസ്കരിക്കുന്ന ഒരു ടൈം പെരുന്നാൾ നിസ്കാരം ഉണ്ടല്ലോ. ആ ടൈം കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ടൈമായി. നമ്മൾ നിസ്കരിച്ചോ അല്ലേ എന്നുള്ളതല്ല, അതിൻ്റെ ടൈം കഴിഞ്ഞാൽ ഇതിൻ്റെ ടൈമായി. പിന്നെ അത് 10-ന് ഇറക്കാം, 11-നും 12-നും 13-നൊക്കെ ഇറക്കാം. ഏറ്റവും നല്ലത് 10-നാന്നേ ഉള്ളൂ. കൂടുതൽ അറിവുള്ള കാലത്തൊക്കെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോരുത്തർക്കും ഓരോ ദിവസമൊക്കെ കൊടുക്കും. ഈ 10-ന് അർത്ഥമെന്ന് അറിയും, അവനോട് പറയും ഈ 11-ന് അർത്ഥമെന്ന് പറയും. അങ്ങനെ ഈ 3 ദിവസവും അറിവ് നടത്താൻ പറ്റും. നമ്മൾ പിന്നെ 10-ന് തന്നെ അറക്കലാണല്ലോ സാധാരണ ഉള്ളത്. അതാണ് എൻ്റെ ഏറ്റവും സംഭവം. അപ്പോൾ അതാണ് അതിൻ്റെ ടൈം. ഇനി അവിടെ അതാ പറയുന്നത് യുജുസി ഉ സബഉൻ സുബ്, അതായത് 7-1 മതിയാകും. എന്തിൻ്റെ? മാടിൻ്റെ അല്ലെങ്കിൽ ഒട്ടകത്തിൻ്റെ ഒരാൾക്ക്. അതായത് 2 രൂപത്തിലാണ് ഉളുഹിയ്യത്തിൻ്റെ അറവ് വരുന്നത്. ഒന്ന്, ഒരു മൃഗത്തെ അങ്ങനെ തന്നെ അറുക്കുക. ഒരു പോത്തിനൊരാൾ വാങ്ങി അയാൾ അതിനെ അറുക്കുക, ഏറ്റവും നല്ലതാണ്. ഒരു ആടിനെ വാങ്ങി ആടിനെ അയാൾ തന്നെ അറുക്കുക, പറ്റും. എന്നാൽ 7 ആൾ വരെ ഷെയറായിട്ട് ഒരു മൃഗത്തെ അറുക്കാം. 7 ആൾ തന്നെ ആകണം എന്നില്ല. 2 ആൾക്ക് അറുക്കുക, 3 ആൾക്ക് അറുക്കുക, 4 ആൾക്ക് അറുക്കുക. ഏത് വരെ പോകാം? 7 വരെ പോകാം. 8 ആക്കാൻ പറ്റൂല. അതാ സുബഹ് എന്ന് പറഞ്ഞ്. 8-ലൊന്നില്ല. ലാസ്റ്റ് പോയാൽ എത്ര അതിൻ്റെ അർത്ഥം? 7 ആളുകൾക്ക് അറുക്കാം.
അത് ആടിന് പറ്റൂല. ആളും കൂടിയാണ്ട് ഒരു ആടിനെ പിടിച്ചറുത്താൽ അത് ശരിയാവില്ല. ആടിനറുക്കുകയാണെങ്കിൽ ഒരാൾക്കേ പറ്റൂ, അതിന് വീതം വെപ്പ് നടക്കില്ല. അതേസമയത്ത് ഒട്ടകത്തെ അറുക്കുമ്പോൾ അതുപോലെ പോത്തിനറുക്കുമ്പോഴൊക്കെ 7 ആളുകൾ അത് കൃത്യമായി അറിയും വേണം. ഇപ്പോൾ മഹലിലൊക്കെ ചിലപ്പോൾ ഉണ്ടാവും, ഒരുപാട് പോത്തുണ്ടാവും. അപ്പോൾ ഷെയർ ഇപ്പോൾ അതിനെത്ര പൈസ കൊടുക്കും. ഏത് മൃഗത്തിലാണ് അതിൻ്റെ ഷെയർ എന്നൊന്നും ഓനെ അറിഞ്ഞുകൂടാ. മൊത്തത്തിൽ ഏതെങ്കിലും ഒന്നിലുണ്ടാവും. പിന്നെ മഹല്ല് കമ്മിറ്റി അറുത്ത് കൊടുക്കുക നടക്കില്ല. നമ്മൾ ഇന്ന മൃഗത്തിലാണ്, ഈ മൃഗമാണ് എൻ്റെ ഉളുഹിയത്ത് തന്നെ അറിയണം. അപ്പോഴല്ലേ അത് അവൻ്റെതാവുള്ളൂ. അങ്ങനെ തന്നെയാണത് വിതരണം ചെയ്യേണ്ടതും. അപ്പോൾ പറഞ്ഞു വരുന്നത്, മാട്, ഒട്ടകം എന്നീ മൃഗങ്ങളിൽ 7 ആളുകൾക്ക് വരെ എന്ത് ചെയ്യാൻ പറ്റും? ഷെയറായി അറുക്കാൻ പറ്റും. അതൊക്കെ വലിയൊരു സൗകര്യമാണ്. എല്ലാവർക്കും ഇതിൽ കൂടാനുള്ള ഒരു അവസരം ഉണ്ടാക്കിയതുമാണ്. പിന്നെ പറ്റാത്ത മൃഗങ്ങൾ ഏതാണ്? അതാണ് പിന്നെ ചർച്ച. അതിന് ഒറ്റ വാക്ക് മനസ്സിലാക്കിയാൽ മതി. നമ്മളിപ്പോൾ മശായിഖന്മാർക്ക് ഒരു സംഭവം കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതല്ലേ കൊടുക്കുള്ളൂ, ഏറ്റവും വൃത്തിയുള്ളതല്ലേ കൊടുക്കുക. അല്ലാതെ കേടുന്നതും ഒടിഞ്ഞോക്കാരോ കൊടുക്കുമോ? ഇപ്പോൾ ഷെയ്ഖുനാക്ക് നമ്മളൊരു പഴക്കൊല കൊടുക്കുകയാണ്. അപ്പോൾ ഏതോ ഒരു കേട് തന്ന പഴത്തിൻ്റെ കൊല ആരെങ്കിലും കൊടുക്കുമോ? കൊടുക്കാൻ പറ്റില്ലല്ലോ. അതിൽ നല്ലത് നോക്കിയിട്ടല്ലേ കൊടുക്കുക. എന്നത് പറഞ്ഞ പോലെ ഈ അറിവ് അത് അള്ളാഹുവിന് വേണ്ടിയുള്ള അറിവാണ്. ഉളുഹിയത്ത് അള്ളാഹ്ക്ക് നേരെ സമർപ്പിക്കുന്ന അറിവല്ലേ. അപ്പോൾ റബ്ബിന് വേണ്ടി ബലിയറുക്കുമ്പോൾ നല്ല സൂപ്പർ സാധനത്തെ അറുക്കണം. അതാണ് അതിൻ്റെ നിബന്ധന. പിന്നെ അങ്ങനെ വിശദീകരിച്ച് പറഞ്ഞാണ് ഇത് പറ്റുമോ, അത് പറ്റുമോ, മറ്റത് പറ്റുമോ. അതിൻ്റെ ആകത്തുക അത്രയാണ്. കൊടുക്കുന്നത് അള്ളാഹ്ക്ക് നേരിട്ടായതുകൊണ്ട്, നേരിട്ട് അറിഞ്ഞാൽ അങ്ങനെയാണിത് പോണ്. അങ്ങനെ മശായിഖ് പഠിപ്പിച്ചൊരു വഴിയിൽ ഉളുഹിയത്ത് അറുക്കുകയാണ്. അപ്പോൾ നമ്മൾ കൈ പൊട്ടിയതും കാല് പൊട്ടി ഇങ്ങനെയല്ലല്ലോ കൊടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഫുഖഹാ അവിടെ ഒന്ന് വിശദമായിട്ട് പറഞ്ഞു, അജ്ഫാ പറ്റൂല. അജ്ഫാ എന്ന് പറഞ്ഞാൽ വളരെയധികം മെലിഞ്ഞു പോയൊരു സാധനം. കണ്ടാൽ തന്നെ ആൾക്കാർ പറയും ഇതിനെ ഇപ്പോൾ അറുക്കാൻ കൊടുന്നത്, എന്തോ ഒരു ചെറിയ തടി കുറവുണ്ട് എന്നല്ല അതിൻ്റെ മായന. ശക്തമായി മെലിഞ്ഞ് കണ്ടാൽ തന്നെ അയമ എല്ല് മാത്രമേ ഉള്ളൂ, ഇറച്ചി തീരെ ഇല്ല. ഇതിപ്പോൾ ഇറച്ചി വിതരണം ചെയ്യാൻ വേണ്ടിയാണല്ലോ ഈ സംഗതി നടത്തുന്നത്. അപ്പം അങ്ങനെ അതിന് ഈ സമർപ്പണത്തിന് ഒരു അഴിവ് വരുന്ന രൂപത്തിൽ, ഒരു കേട് വരുന്ന രൂപത്തിലുള്ളതിന് നമ്മൾ എന്ത് ചെയ്യരുത്? അറുക്കരുത്. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നതാണ്. മസ്അല അങ്ങനെ ഉണ്ടായതുകൊണ്ട് പറഞ്ഞതാണ്. അല്ലാതെ ഇപ്പോൾ അങ്ങനത്തെ ആരും വാങ്ങി അറക്കൂലല്ലോ, അറക്കാൻ പാടില്ല. നമ്മൾ പ്രത്യേകിച്ചും പാടില്ല. അതൊക്കെ നല്ല സാധനത്തിനെയാണ് അതിന് കൊടുക്കേണ്ടത്. അതുപോലെ മഖ്തൂഅത്ത്, മുറിക്കപ്പെട്ടത്. എന്ത്? അതിൻ്റെ വാല് മുറിക്കപ്പെട്ട വസ്തുക്കൾ, അതുപോലെ തന്നെ ചെവി മുറിക്കപ്പെട്ടത്, അതേപോലെ തന്നെ അകിട് മുറിക്കപ്പെട്ടത്. ഇങ്ങനെ ഈ മൃഗത്തിന് അഴിബായി കേടായി പൊതുവെ കാണപ്പെടുന്ന സംഭവങ്ങൾ അതൊന്നുള്ളത് ഇതിന് പറ്റൂല എന്നർത്ഥം. വൈൻ കല്ല ഫസുവിൽ മൊഴിൻ്റെ ഇബാറത്ത്, അതെത്ര കുറഞ്ഞാലും ശരി എന്നാണ്. വാല് മുറിഞ്ഞു പോയതാണ്, പുള്ളൊന്നും പോയില്ല, കുറച്ചേ പോയിട്ടുള്ളൂ, എന്നാലും ഇതിന് പറ്റൂല. ഇതിനെ പറ്റൂല. കാരണം ഇത് അള്ളാഹുവിൻ്റെ മുന്നിൽ സമർപ്പിക്കേണ്ടതാണ്. അതേ സമയത്ത് ചെറിയൊരു പൊട്ട് വന്നു പോയി, ചെവിക്കൊരു കീറൽ വന്നു പോയിട്ടുണ്ട്, അത് നോക്കാൻ പ്രശ്നമല്ല എന്നാണ്. മുറിക്കപ്പെട്ടതാണ് ഇവിടെ പറഞ്ഞത്. അതുപോലെ തന്നെ ചിലപ്പോൾ കാലിന് മുടന്തുള്ള ജീവികളുണ്ടാവും, ജന്മലാൽ അങ്ങനെയുള്ളവരുണ്ടാവും. പിന്നീട് അത് അപകടത്തിൽപ്പെട്ട് അവയവങ്ങൾ മുറിഞ്ഞു പോയതുണ്ടാവും. അതൊന്നും നടക്കൂല. അതൊക്കെ സമർപ്പിക്കേണ്ടത് ഏറ്റവും ഫുൾ പവറുള്ള സാധനങ്ങളാണ്. അതെത്ര ഭംഗിയാക്കാൻ പറ്റുമോ അത് ഭംഗിയാക്കണം. അതേപോലെ തന്നെ കാഴ്ചയില്ലാത്തത്, ചില മൃഗങ്ങൾക്ക് കാഴ്ച ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു കണ്ണ് മാത്രം കാഴ്ച ഉള്ളത്, അതൊന്നും പറ്റില്ല. അത് പൂർണ്ണമായി തന്നെ വേണം. അതേപോലെ മറദുൻ ബയ്യിൻ, വ്യക്തമായ രോഗമുള്ള അവസ്ഥയിൽ ഒരു മൃഗത്തെ നമ്മൾ വാങ്ങിയാൽ പോലും അതിനെ മാറ്റി വാങ്ങണം. രോഗമുള്ളതിനെ പറ്റില്ല. രോഗം പലതും എണ്ണീയിട്ടുണ്ട്. ചിലതിന് മോട്ട് കാട്ടുന്നുണ്ടാവും, ഭ്രാന്ത് വന്നു പോയ മൃഗങ്ങളുണ്ടാവും. മൃഗങ്ങൾക്കും ഉണ്ടാവുമല്ലോ അങ്ങനത്തെ അവസ്ഥകളൊക്കെ. അതൊന്നും ഇതിന് പറ്റൂല. അതേപോലെ ചൊറി പിടിച്ച മൃഗങ്ങളുണ്ടാവും, അത് പറ്റൂല. അപ്പോൾ അവിടെയൊക്കെ ആകെ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിത് അറക്കണ എന്തോ പേരിനല്ലല്ലോ. പേരിന് ഉളുഹിയത്ത് അറക്കണമല്ലേക്ക് ചിലപ്പോൾ അധികം ഉണ്ടാകുക. ഏത്? നമ്മളെ മഹലിൽ 10 ഉണ്ട് പറയുമ്പോൾ അപ്പുറത്തെ മഹലിൽ 20 ആക്കും, അപ്പുറത്തെ മഹലിൽ 20 ആക്കും, അപ്പുറത്ത് 40 ആക്കും. അങ്ങനെ മത്സരിച്ച് ചെയ്യേണ്ട കാര്യമല്ലത്.
ഇത് അള്ളാഹുവിൻ്റെ മുന്നിൽ സമർപ്പിക്കേണ്ടതാണ്. കാരണം അതിൻ്റെ തുടക്കം ആരാണ്? ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്. അതാ ഞാൻ ആദ്യം പറഞ്ഞത്. അപ്പം മൂപ്പര് സമർപ്പിച്ചത് സ്വന്തം മോനെ തന്നെയാണ്. അപ്പം അതിന് പിന്നെ ഫദൈനാഹു ബി ദിബിഹിൻ അലി എന്ന് കൊണ്ടുവന്ന് സ്വർഗത്തു നിന്നുള്ള ആടാണ് എന്നാണ് മുഫസ്സിറുകൾ പറയുന്നത്. അപ്പം ആടിൻ്റെ പവർ എത്ര ആയിരിക്കും? അപ്പം അങ്ങനത്തെ ശുദ്ധമായ ഏറ്റവും പൂർണ്ണമായ മൃഗങ്ങളെയാണ് അതിനു വേണ്ടി സെലക്ട് ചെയ്യേണ്ടത്. ഗർഭിണിയായ മൃഗത്തെ പറ്റുമോ ഇല്ലേ എന്നതിൽ ഫുഖഹാഇൻ്റെ ഇടയിൽ തർക്കമുണ്ട്. ഫതുഹുൽ മുഈൻ്റെ ഇബാറത്ത് പറ്റുകയില്ല എന്നതാണ് പ്രബലം എന്നതാണ്. അതല്ലെങ്കിലും അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണല്ലോ. അപ്പോൾ ചുരുക്കത്തിൽ ഈ കാര്യങ്ങളാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഇത് വയജിബു തസദ്ദുഖു വലൗ അലാ ഫഖീരിൻ വാഹിദിൻ, അറുത്ത് കഴിഞ്ഞാൽ സ്വതക്ക ചെയ്യൽ നിർബന്ധമാണ്. അത് ഒരു ഫക്കീറിനെങ്കിലും കൊടുത്തേക്കണം, എന്നിട്ട് ബാക്കിയുള്ളത് നമുക്ക് തിന്നാം. ഏറ്റവും നല്ലത് മുഴുവനും സ്വതക്ക ചെയ്യുക, ഞമ്മക്ക് ബറക്കത്തിന് വേണ്ടി ഭക്ഷിക്കാൻ വേണ്ടി മാത്രം എടുത്തു വെക്കുക. അതാണ് ഏറ്റവും സുന്നത്തായ കാര്യം. നേർച്ചയാക്കിയതാണെങ്കിൽ നമ്മളൊരു തുള്ളി എടുക്കാനും പറ്റൂല. പിന്നെന്താ സുന്നത്ത്? വയുസന്നു അൻ യദ്ബഹ റജുലു ബിനഫ്സിഹി, ഒരാൾ ഉളുഹിയത്തിനെ ഉദ്ദേശിച്ചാൽ ആ മൃഗത്തെ അയാൾ തന്നെ അറുക്കലാണ് സുന്നത്ത്. ഒരാളാകുമ്പോൾ 7 ആൾ കൂടി ചെയ്യുമ്പോൾ 7ൽ ഒരാളാക്കുക, എന്നിട്ട് അയാൾ അറുക്കുക. അങ്ങനെയാണ് സുന്നത്ത്. 7ൽ ആർക്കും അറുക്കാൻ ധൈര്യമില്ലെങ്കിൽ വേറെ ആളെ ഏൽപ്പിക്കുകയൊക്കെ ചെയ്യുക. എന്നാൽ ആ 7ൽപ്പെട്ട ഒരാൾ അറുക്കലാണ് ഏറ്റവും സുന്നത്ത്. മാത്രമല്ല പെണ്ണാണെങ്കിൽ അവർക്ക് ഏൽപ്പിക്കലാണ് അവർക്ക് സുന്നത്ത്, നേരെ അറുക്കലല്ല. അതുപോലെ തന്നെ ഈ 7 ആളുകളെ നമ്മൾ ഒന്നിച്ചാക്കുമ്പോൾ നമുക്ക് ഈ കാര്യത്തിലൊക്കെ മറ്റൊരാളെ ഏൽപ്പിക്കുകയും ചെയ്യാം. അതിലുള്ള ആളെന്നെ ഏൽപ്പിക്കണം എന്നില്ല, ഇത് നടത്താൻ വേണ്ടി വേറെ ആളെ ഏൽപ്പിക്കുക, വക്കീലാക്കാം. എൻ്റെ കാര്യങ്ങൾ ഈ വിഷയത്തിൽ ഉളുഹിയ്യത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഞാൻ ഏൽപ്പിച്ചു എന്ന് അയാളെ നമുക്ക് ഏൽപ്പിക്കാം. പിന്നെ അയാൾ മറ്റുള്ള ആൾക്ക് വേണ്ടിയിട്ട് ഏൽപ്പിക്കപ്പെട്ടതുപോലെ ചെയ്താൽ മതി. അപ്പം അങ്ങനെയൊക്കെ അവസരങ്ങളുണ്ട്. ദീന് എന്ന് പറഞ്ഞാൽ യുസുറല്ലേ, അതിലൊരു കാര്യം ഇങ്ങനെ നിർബന്ധിച്ച് പ്രയാസപ്പെടുത്തിയുള്ള സംഭവം ഉണ്ടാവില്ല. എന്തിനും ഫിഖ്ഹിൽ അതിൻ്റെ മസ്അലകൾ ഉണ്ടാവും. അപ്പോൾ 7 ആൾ ഒന്നിച്ച് എല്ലാവർക്കും കൂടി വരാൻ വയ്യ. ഒരാൾ ഗൾഫിലാണ്, പൈസ കൊടുത്ത ആളാണ്, അയാൾക്ക് ഇവിടെ ഒരാളെ ഏൽപ്പിച്ചാൽ മതി, അയാൾ ആ കാര്യങ്ങളൊക്കെ ചെയ്തോളും. വിശ്വസ്തനായ ഒരാളെ, ഇപ്പോൾ ഫിത്തറിൻ്റെ അവിടെ ഒക്കെ ഇത് വരുന്നുണ്ടല്ലോ, ഏൽപ്പിക്കാൻ പറ്റും എന്നുള്ള മസ്അല. അപ്പോൾ ചുരുക്കത്തിൽ 5 കാര്യങ്ങളാണ്, നീട്ടുന്നില്ല, ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവിടെ ഓർമ്മപ്പെടുത്തിയത്. ഒന്ന്, ഇതേറ്റവും പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. ഇതിൻ്റെ തുടക്കം ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമാണ് നിർവഹിച്ചത്. പിന്നെ അത് ഹബീബായ തങ്ങൾ ചെയ്തു. എല്ലാ സ്വഹാബത്തും മശായിഖൊക്കെ ഇതിൻ്റെ പുണ്യം എടുത്തു പറഞ്ഞു. ഇത് നേരെ നിർദ്ദേശത്തിൽ ചെയ്യുമ്പോൾ അതിൻ്റേതായ ഒരു പവറും മഹത്വവും വേറെ ഉണ്ടാകും. 2, ഇതിനു വേണ്ടി സെലക്ട് ചെയ്യപ്പെട്ട മൃഗങ്ങൾ എന്ന് പറഞ്ഞാൽ ശരീഅത്ത് നിർദ്ദേശിച്ച മൃഗങ്ങൾ ആട്, മാട്, ഒട്ടകം എന്നീ മൃഗങ്ങളാണ്. അതിനെ തന്നെ ഉളുഹിയ്യത്ത് അറുക്കണം. അപ്പോഴേ ഉളുഹിയ്യത്തായി പരിഗണിക്കുകയുള്ളൂ. 3-മതായി നമ്മൾ പറഞ്ഞു നിയ്യത്ത്. നിയ്യത്ത് 2 സമയത്ത് ചെയ്യാം. ഒന്ന് അറുക്കുന്ന സമയമാണ്, മറ്റൊന്ന് മറ്റു മൃഗങ്ങളിൽ നിന്ന് ഈ മൃഗത്തെ ഉളുഹിയ്യത്തിന് വേണ്ടി നിർണയിക്കുമ്പോൾ ആണ്. 2 സമയത്ത് നിയ്യത്ത് ചെയ്യാം. എൻ്റെ സുന്നത്തായ ഉളുഹിയ്യത്തിനെ ഞാൻ കരുതി, അല്ലെങ്കിൽ ഈ വർഷം ഉളുഹിയ്യത്ത് നിർവഹിക്കാൻ ഞാൻ കരുതി എന്നൊക്കെ നിയ്യത്ത് ചെയ്യാം. ഇതാണ് നിയ്യത്തിൻ്റെ ഭാഗം. 4-മതായി നമ്മൾ വിശദീകരിച്ചത് അയ്ബുകളുള്ള, ന്യൂനതകളുള്ള മൃഗങ്ങളാണെങ്കിൽ അത് ഉളുഹിയ്യത്തിന് പറ്റുകയില്ല. വ്യക്തമായ രോഗമുള്ളതും മെലിഞ്ഞൊട്ടിയതും അതേപോലെ തന്നെ വാല്, പിന്നെ അകിട്, ചെവി പോലെയുള്ളത് മുറിക്കപ്പെട്ടത്, മുടന്തുള്ളത്, കാഴ്ചയില്ലാത്തത്, ഒരു കണ്ണിന് കാഴ്ച പോയത്, ഇങ്ങനെ തുടങ്ങിയ ആളുകൾ അയ്ബായി കാണുന്ന രൂപങ്ങളിലൊന്നും ഉളുഹിയ്യത്ത് അറുക്കാൻ പറ്റില്ല എന്നർത്ഥം. ഹഖീഖത്തിൻ്റെ നിയമം അതുപോലെ തന്നെയാണ്. ഹഖീഖ അറുക്കുമ്പോഴും ഈ നിയമങ്ങളൊക്കെ പാലിക്കണം. ഇനി പിന്നെ നമ്മൾ 5-മതായി പറഞ്ഞു 7 ആളുകൾക്ക് വരെ മാടിൽ അതുപോലെ ഒട്ടകത്തിലും ഷെയർ കൂടാം. കൂടുമ്പോൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കണം അവനവൻ്റെ മൃഗം, ഓരോരുത്തർക്കും അതിൽ നിയ്യത്ത് വേണം. അതുപോലെ ഓരോ കാര്യങ്ങളിൽ എല്ലാവരും ഉണ്ടാകണം. അറുക്കുന്ന ആൾ പിന്നെ ഈ ഉളുഹിയ്യത്തിൻ്റെ ആളെന്നെ അറുക്കുക എന്നുള്ളതാണ് സുന്നത്ത്.
7 ആളുകളാകുമ്പോൾ അതിൽപ്പെട്ട ഒരാൾ അറുക്കുക. അതൊക്കെയാണ് അതിൻ്റെ പൂർണ്ണമായ രൂപം. എല്ലാവർക്കും പേടിയാണെങ്കിൽ വേറെ ആൾ അർത്ഥമുകൊണ്ട് ഉദ്ഹിയത്ത് നഷ്ടപ്പെടുന്നില്ല. ഇതിൻ്റെയൊക്കെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം ഇതൊക്കെ മശായിഖിൻ്റെ നിർദ്ദേശത്തിൽ ചെയ്യുക എന്നതാണ്. ബഹുമാനപ്പെട്ട ഇമാം അബ്ദുൽ വഹാബ് ഷഅറാനി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നിർവഹിക്കുന്നത് മശായിഖിൻ്റെ നിർദ്ദേശത്തിലും അവരുടെ തർബിയത്തിലും ആകണം. അപ്പോഴേ അത് അതിൻ്റേതായ അർത്ഥത്തിൽ അത് വരികയുള്ളൂ. കാരണം നീയത്തൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മളാ നിർദ്ദേശിച്ച കാര്യങ്ങൾ ചെയ്യുക എന്നതിലപ്പുറം ഇത് സ്വീകരിക്കപ്പെടുമോ സ്വീകരിക്കപ്പെടൂലേ ഇതുമായി ബന്ധപ്പെട്ട ഒന്നും നമുക്കറിയില്ല. അതുകൊണ്ട് ഇതൊക്കെ മശായിഖുമാരുടെ നിർദ്ദേശം. കാരണം സ്വഹാബികൾ അങ്ങനെയാണ് ചെയ്തത്. സ്വഹാബികൾ ചെയ്തത് ആരെ നിർദ്ദേശത്തിലാണ്? ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം നമ്മളും അൽഹംദുലില്ലാ നമുക്കിപ്പോൾ മശായിഖന്മാരെ ശൈഖുനാൻ്റെ ഒക്കെ നിർദ്ദേശത്തിൽ അത് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ അമൽ. അപ്പം അതിൻ്റെ പവറിൽ തന്നെ ചെയ്യണം. അത് വിതരണം ചെയ്യുന്നതിലൊക്കെ എല്ലാവരും പങ്കുകാരാകണം. പെരുന്നാളിൻ്റെ ദിവസം എന്ന് പറയുന്നത് ശരിക്കും ഒരു ഇബാദത്തിൻ്റെ ദിവസമാക്കി മാറ്റണം. അതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ ഉളുഹിയ്യത്ത്. ഇനി അതിൻ്റെ തക്ബീറുകൾ, ഇനി അതുപോലെ തന്നെ പെരുന്നാൾ നിസ്കാരം 2 റക്അത്തല്ലേ ഉള്ളൂ. ഉമ്മമാരൊക്കെ അത് ചെയ്യണം. നമ്മൾ നിസ്കാരത്തിന് മശായിഖിൻ്റെ അഖിലാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത്. ഇന്നാ അഅ്തൈനാക്കൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ. അതിന് പല തഫ്സീറും ഉണ്ട്. അതിൽ ഒരു തഫ്സീർ ഫസല്ലി ലിറബ്ബിക്, ഹബീബായ തങ്ങളോട് പറഞ്ഞു പെരുന്നാൾ നിസ്കരിക്കണം. വലിയ പെരുന്നാൾ നിസ്കാരമാണ്. ഫസല്ലി ലിറബ്ബിക് വൻഹർ, ഉദ്ഹിയ്യത്ത് അറുക്കുകയും വേണം. അപ്പോൾ ഉദ്ഹിയ്യത്തിൻ്റെ അറവാണ് അറവ് എന്ന് മഹാന്മാർ പറയുന്നുണ്ട്. അപ്പോൾ അത് നിസ്കാരം വേണം. നിസ്കാരം 2 റക്അത്തല്ലേ ഉള്ളൂ. അതിലിപ്പോൾ ഏതാ കൂടുതലുള്ളത്? ആദ്യത്തെ റക്അത്തിൽ ഒരു 7 തക്ബീർ ഉണ്ടാവും. അല്ലാഹു അക്ബർ, ഇമാമും മഅ്മൂമും ഒക്കെ ഉറക്കെ പറയുന്ന തക്ബീർ. ആ തക്ബീറിൻ്റെ ഇടയിൽ ഒരു ദിക്റും സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അത് കഴിഞ്ഞ് പിന്നെ അല്ലാഹു അക്ബർ. ചില ഇമാമിങ്ങളൊക്കെ വലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലി എന്നും കൂടി കൂട്ടാൻ പറയുന്നുണ്ട്. അത് കൂട്ടിയാൽ നല്ലത്. 7 തക്ബീർ ചൊല്ലുന്നു, ഫാത്തിഹ ഓതുന്നു, ഒരു സൂറത്ത് ഓതുന്നു. സബ്ബിഹിസ്മയാണ് റസൂൽ ഓതിയത് എന്ന് സ്വഹാബികൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ആദ്യത്തെ റക്അത്തിൽ സബ്ബിഹിസ്മ ഓത, രണ്ടാമത്തേയിൽ അല്ലത്താക്ക എന്നുള്ള സൂറത്ത് ഓത. അതറിയാത്തവന് ഏതു ഓത. രണ്ടാമത്തെ റക്അത്തിലേക്ക് കടക്കുമ്പോൾ 5 തക്ബീറുകൾ ചൊല്ലണം. എന്നിട്ടാണ് നമ്മൾ ഫാത്തിഹയിലേക്ക് കടക്കേണ്ടത്. ഇങ്ങനെ ചെറിയൊരു വ്യത്യാസമേ അതിലുള്ളൂ. 2 റക്അത്ത് കഴിഞ്ഞ് സലാം വീട്ടുന്നു. അത് കഴിഞ്ഞ് 2 ഖുതുബ. സാധാരണ ആദ്യം ഖുതുബയ്ക്കാരം ജുമുഅക്ക്, പിന്നെയാണ് നിസ്കാരം. പെരുന്നാൾ നിസ്കാരത്തിന് മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം നിസ്കാരമാണ് നടത്തിയത്, പിന്നെയാണ് ഖുതുബ. അതൊക്കെ എങ്ങനെ? അതവിടുത്തെ തീരുമാനമാണ്. അതൊക്കെ അവിടെ നിന്നല്ലേ നിശ്ചയിച്ച് തരേണ്ടത്. അതിലൊന്നും പിന്നെ ചോദ്യമല്ല. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടതാണ് ഈ പറഞ്ഞ ഉളുഹിയ്യത്തിൻ്റെ പ്രവർത്തനം. പിന്നെ നമ്മൾ ആ ദിവസം നമ്മുടേതായ അഹ്ലും മശായിഖന്മാരോട് ഇഷ്ടപ്പെടുന്ന ആളുകളും അവരോടൊക്കെയുള്ള സൗഹൃദം പുതുക്കി നമ്മൾ നമ്മുടെ ഐക്യവും നമ്മുടെ സൗഹാർദ്ദവും അത് ഊട്ടിയുറപ്പിക്കേണ്ട ദിവസമാണ് പെരുന്നാൾ എന്ന് പറയുന്നത്. അതിലൊക്കെ പുറമെ ഇതിൻ്റെ എല്ലാം ഉള്ളിലുള്ള സംഭവം നമ്മൾ മറന്നു പോകരുത്. അത് ത്യാഗത്തിനുള്ള സന്നദ്ധതയാണ്. അതാണ് ഉളുഹിയ്യത്തിൽ എത്തിച്ചത്. ഇസ്മായിൽ നബിനെ അറക്കാൻ കൊണ്ടുപോയതല്ലേ. ത്യാഗസന്നദ്ധത എന്നത് നമ്മളിതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട ഏറ്റവും വലിയ പാഠമാണ്. ഉളുഹിയ്യത്ത് അർത്താണ് പോയാൽ പോരത്, എന്താ സംഭവം എന്ന് മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ മശായിഖിൻ്റെ അഹ്ലിലായി ജീവിക്കുമ്പോൾ പ്രത്യേകിച്ചും ഒരുപാട് പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കപ്പെടും. നമ്മളെ പരിഹസിക്കപ്പെടും, ആക്രമിക്കപ്പെടും, എന്തും വന്നേക്കാം. അതിൻ്റെ മുന്നിൽ തകരേണ്ടവരല്ല നമ്മൾ. നമ്മുടെ ശരീരം തന്നെ ദാനം ചെയ്യേണ്ടി വന്നാലും മശായിഖിനോടുള്ള മഹബ്ബത്തിൽ നമുക്ക് മാറ്റം വരുത്താൻ പറ്റില്ല. ആ മഹബ്ബത്താണ് ഇതിൻ്റെ എല്ലാം അടിത്തറ. അതിലാണ് ഇതൊക്കെ സംഭവിച്ചത്. അല്ല അപ്പോൾ കുറേ ആടിനർത്ഥമുകൊണ്ട് ഇപ്പോൾ അള്ളാഹ്ക്ക് ബന്ധാന്ന് വയ്ക്കൂലേ. അപ്പോൾ അവിടെ അള്ളാഹ് പറയുന്നുണ്ടല്ലോ, നിങ്ങളെ അറിവ് അവിടെ നോക്കുന്നത് നിങ്ങളെ തഖ്വയാണ്. ആ തഖ്വ എന്ന് പറഞ്ഞാൽ മശായിഖിൻ്റെ നിർദ്ദേശത്തിൽ സൂക്ഷിച്ച് കാര്യങ്ങൾ ചെയ്യുക. അതിൻ്റെ ആ ഒരു പ്രാധാന്യമാണ് ഇതിലൊക്കെ ഉള്ളത്. അല്ലാതെ നിങ്ങൾ അറുത്താലും തിന്നാലും ഇതൊന്നും ഇപ്പോൾ അള്ളാഹ് കിട്ടണില്ലല്ലോ, തിന്നണു നമ്മൾ തന്നെയല്ലേ. അപ്പോൾ അതിൽ ഉൾക്കൊള്ളുന്ന പൊരുൾ മനസ്സിലാക്കി മുന്നോട്ട് പോകലാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് ദിവസങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. മൃഗത്തിനെ കാണുമ്പോൾ തക്ബീർ ചൊല്ലലൊക്കെ എല്ലാവരും പതിവാക്കണം.
അതേപോലെ തന്നെ അറഫൻ്റെ ദിവസത്തെ നോമ്പ് മറക്കണ്ട. അന്ന് സുബഹി മുതലുള്ള തക്ബീർ നമ്മുടെ ഓർമ്മയിൽ വേണം. ശരീഅത്തിൻ്റെ ഓരോ കർമ്മങ്ങളും വൃത്തിയായി ചെയ്യുന്നവരായിരിക്കണം മശായിഖിൻ്റെ അഹ്ല്. അത് ചെയ്യേണ്ടവർ നമ്മളാണ്. നിയമങ്ങൾ പാലിക്കുന്നവരിൽ ഏറ്റവും ആദ്യം പാലിക്കേണ്ടത് നമ്മളാണ്. പാടില്ലാത്തത് ആദ്യം ഒഴിവാക്കേണ്ടത് നമ്മളാണ്. കാരണം നേരെ ഇതൊക്കെ പഠിപ്പിച്ചതാരാണ്? മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പഠിപ്പിച്ച വഴിയിൽ വരുമ്പോൾ അവർ പഠിപ്പിക്കുന്നവരാണല്ലോ നമ്മൾ. അപ്പോൾ നമ്മളിതൊക്കെ വൃത്തിയായിട്ട് ചെയ്യുക. ഇതിപ്പോൾ ദുൽഹിജ്ജ വരുമ്പോൾ അതിനൊരു പ്രാധാന്യം കാണുക, വെള്ളിയാഴ്ച രാവാകുമ്പോൾ അതിനൊരു പ്രാധാന്യം, പെരുന്നാളാകുമ്പോൾ അതിന് വേറെ പ്രാധാന്യം, ഹജ്ജിൻ്റെ ദിവസമാകുമ്പോൾ വേറൊരു പ്രാധാന്യം. ഇങ്ങനെയാണ് പഴയ പഴമക്കാർ പഠിപ്പിച്ചു വന്ന വഴി. അത് നമ്മൾ തെറ്റിക്കാൻ പാടില്ല. അത് അതിൻ്റേതായ പവറിലും മഹത്വത്തിലും നമ്മൾ ചെയ്യുന്നു. അതങ്ങനെ തന്നെ കൊണ്ട് നടക്കുന്നു കബൂലിന് വേണ്ടിയിട്ട്. അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ചര്യയാണത്. കഅബ പുനർനിർമ്മിച്ച് ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനും കൂട്ടിയിട്ട് ഏറ്റവും നല്ല പണി ചെയ്തപ്പോൾ മൂപ്പര് ദ്വാരുന്ന വേണ്ടി ഞങ്ങൾ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അല്ലാഹുവേ, നീ ഞങ്ങളിൽ നിന്ന് ഇത് കബൂലാക്കണം. ആണോ? കഅബയാണ് പുനർനിർമ്മിച്ചത്. അത്ര നല്ല പണിപ്പന്താ. പക്ഷെ മൂപ്പര് ദ്വാരക്കാണ്, അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്നാ, ഞങ്ങളിൽ നിന്ന് ഇത് സ്വീകരിക്കണം. സ്വീകരിക്കപ്പെടാതെ പോയാൽ എത്ര നല്ല അമലായാലും ഒരു ഫലം അതുകൊണ്ടില്ല, നേരെ വിപരീത ഫലം ഉണ്ടാകുക. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഈ പെരുന്നാൾ നമുക്ക് മശായിഖിൻ്റെ നിർദ്ദേശത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വൃത്തിയായി ചെയ്ത് അവർ കബൂലാക്കിയാൽ അള്ളാഹു കബൂലാക്കും. അതിന് പറ്റിയ അദബുള്ള അവസ്ഥയിൽ ഉദ്ഹിയ്യത്തിൻ്റെ കർമ്മങ്ങൾ നിർവഹിക്കാനും അതിലൊക്കെയും മശായിഖിൻ്റെ നോട്ടമുണ്ടാകാനും നമുക്ക് അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയകാഫി മസീദ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, ഞങ്ങളെ ഈ സദസ്സ് ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണേ റഹ്മാനെ. നിൻ്റെ നിയമങ്ങൾ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആദാബുകൾ, മശായിഖ് പഠിപ്പിച്ച നിബന്ധനകൾ, അതൊക്കെ പാലിച്ച് പൂർണ്ണമായ അദബോടെ ഉദ്ഹിയ്യത്ത് നിർവഹിക്കാൻ ഞങ്ങൾക്കൊക്കെ നീ തൗഫീക്ക് നൽകണേ റഹ്മാനെ. ഈ വർഷം ഞങ്ങളിൽ നിന്ന് ഹജ്ജിന് പുറപ്പെട്ട ഹാജിമാർ, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് നിൻ്റെ അതിഥികളായി ഹജ്ജ് ഉദ്ദേശിച്ചു വന്ന ആ ളുയൂഫുകൾ, അതിഥികൾ എല്ലാവർക്കും നീ മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്യാനുള്ള തൗഫീക്ക് നൽകണേ റഹ്മാനെ. എല്ലാ അർത്ഥത്തിലും ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വീകരിക്കുന്ന ഹജ്ജിമാരായി ഞങ്ങളുടെ എല്ലാ ഹജ്ജിനെയും നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സിയാറ അത് പൂർണ്ണമായ അർത്ഥത്തിൽ അതബോടെ നിർവഹിക്കാൻ അവർക്കും ഞങ്ങൾക്കൊക്കെ നീ തൗഫീക്ക് നൽകണേ അല്ലാഹ്. നാളെ സ്വർഗത്തിലും ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം, നബിയുല്ലാഹി ഇസ്മായിൽ അലൈഹിസ്സലാം, അവർക്കെല്ലാം നേതാവായ അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ പ്രതിനിധിയായി നമുക്ക് വന്ന പ്രിയപ്പെട്ട ശൈഖുന, നമ്മുടെ മശായിഖന്മാർ, അവരുടെ എല്ലാം കൂടെ നാളെ സ്വർഗലോകത്ത് ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. അല്ലാഹുമ്മ ജഅൽ ജംഅനാ ഹാദാ ജംഅൻ മർഹൂമാ വതഫറഖനാ മിൻ ബഅദിഹി തഫറഖൻ മഅസൂമാ വലാ തജ്അൽ മിന്നാ വലാ ഫീനാ വലാ മഅനാ ശഖിയ്യൻ വലാ മത്റൂദൻ വലാ മഹ്റൂമാ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.